അയാൾ കട തുറന്നപ്പോഴേക്കും ഒരു സ്ത്രീ 10 രൂപയുമായി എത്തി പറഞ്ഞു, ഇന്നലെ താങ്കൾ ബാലൻസ് തന്നതിൽ ഈ തുക അധികമായി ഉണ്ടായിരുന്നു. അയാൾ ചോദിച്ചു, 5 രൂപയ്ക്ക് വേണ്ടി ഇന്നലെ വിലപേശിയ നിങ്ങൾ എന്തുകൊണ്ടാണ് 10 രൂപ തിരികെ ഏൽപ്പിക്കുന്നത്? വിലപേശുക എൻ്റെ ഉത്തരവാദിത്തമാണ്. അർഹിക്കാത്ത പണം കയ്യിൽ വയ്ക്കുന്നത് പാപവും. 7 കിലോമീറ്റർ അകലെ നിന്നാണ് ആ സ്ത്രീ വരുന്നതെന്നറിഞ്ഞ അയാൾക്ക് അവളോട് ബഹുമാനം തോന്നി. കയ്യിൽ 300 രൂപയും എടുത്ത് അയാൾ മറ്റൊരു കടയിലെത്തി ആ തുക കടയുടമയ്ക്ക് നൽകിയിട്ട് പറഞ്ഞു, കഴിഞ്ഞയാഴ്ച നിങ്ങൾ വാങ്ങിയ സാധനത്തിന് ഞാൻ അധിക വില ഈടാക്കി, ക്ഷമിക്കണം. അടുത്ത തവണ സാധനമെടുക്കുമ്പോൾ കുറച്ചാൽ മതി എന്ന കടയുടമയുടെ ആവശ്യമനുസരിച്ച് അയാൾ പറഞ്ഞു, അതിനു മുൻപ് ഞാൻ മരിച്ചെങ്കിലോ? അല്പം കഴിഞ്ഞ് ആ കടയുടമ 10,000 രൂപയുമായി ഒരു വിധവയുടെ അടുത്തെത്തി. അവർക്കത് കൊടുത്തിട്ട് പറഞ്ഞു, താങ്കളുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വാങ്ങിയതാണിത്. ആ സ്ത്രീയായിരുന്നു രാവിലെ 10 രൂപ തിരിച്ചേൽപ്പിക്കാനെത്തിയത്. എല്ലാ ഇടപെടലുകളിലും അദൃശ്യമായ ചില കണക്ക് പുസ്തകങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ഓരോരുത്തരുടെയും ചിന്തകളും പെരുമാറ്റങ്ങളും ആരോ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോ കർമ്മത്തിനും അതിനനുയോജ്യമായ ഫലമുണ്ടാകുന്നത്. ആരുമറിയാതെയുള്ള സൽക്കർമ്മങ്ങൾക്ക് അപ്രതീക്ഷിതവും അസാധാരണവുമായ പ്രതിഫലനങ്ങളുണ്ടാകും. ജനമധ്യേ ചെയ്യുന്നവയ്ക്കെല്ലാം ആൾക്കൂട്ടാംഗീകാരം കൊണ്ട് തന്നെ പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എല്ലാവരും കാണെ നന്മ ചെയ്യുന്നവർക്ക് ചില പ്രതീക്ഷകളുണ്ട്. സ്വന്തം പ്രതിച്ഛായ വർദ്ധിക്കും. തൻ്റെ സൽപ്രവർത്തികൾക്കുള്ള ഫലം മറ്റാരിൽ നിന്നെങ്കിലും തിരികെ ലഭിക്കും. അപ്രഖ്യാപിത വിശുദ്ധനായി നിലകൊള്ളാം. പിന്നാമ്പുറത്തു നിന്ന് സുഹൃതങ്ങൾ ചെയ്യുന്നവരുടെ മനോഭാവവും പ്രവർത്തന രീതികളും അനുകരണീയമാണ്. ഏത് സാഹചര്യത്തിലും അവരുടെ ഇടപെടൽ സത്യസന്ധമാകും. ഒരു പ്രലോഭനത്തിനും അവരെ കെണിയിൽ വീഴിക്കാനാകില്ല. സ്വന്തം നിലപാടുകളാണ് അവർക്ക് പ്രാധാന്യം.